അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് നമ്മുടെ മോണിറ്ററി പോളിസിയുടെ കൺട്രോളിങ് ടെക്നിക്സാണ്. എങ്ങനെയൊക്കെയാണ് മോണിറ്ററി പോളിസിയിലൂടെ നമ്മുടെ RBI നമ്മളുടെ ടോട്ടൽ എക്കോണമിയുടെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്ന കൺസെപ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. RBIയുടെ പല ഫങ്ഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ വാട്ട് ആർ ദി വെപ്പൺസ്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആയിട്ടുള്ള ബാങ്ക് റേറ്റ് പോളിസി, ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR, അതുപോലെ SLRലെ വേരിയേഷൻസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് നേരത്തെ പറഞ്ഞത്. ഇനിയുള്ളത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. സോ അതിലെ ഫസ്റ്റ് മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ റേറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതികൾ. ദെൻ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എയിംസ് അറ്റ് റെഗുലേറ്റിംഗ് ദ യൂസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഓർഡർ ടു ഡൈവേഴ്സിഫൈ ദ ക്രെഡിറ്റ് ടുവേർഡ്സ് അതർ എസെൻഷ്യൽ പ്രൊഡക്റ്റീവ് യൂസസ്. അപ്പോൾ നമ്മളിതിൽ റേറ്റ് ഒന്നും അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഉള്ള ഫണ്ടിനെ അല്ലെങ്കിൽ ക്രെഡിറ്റിനെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ഫംഗ്ഷൻസിന് വേണ്ടി മാറ്റുന്നു. സോ ഇറ്റ് എയിംസ് അറ്റ് ചാനലൈസിങ് ദ ഫ്ലോ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഫ്രം അൺപ്രൊഡക്റ്റീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് പർപ്പസ് ടു പ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യലി യൂസ്ഫുൾ പർപ്പസ്. അപ്പോൾ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് പർപ്പസ് നമ്മളൊരു വിശ്വാസം ചെയ്യുന്നതിന് പകരം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മുടെ ബാങ്ക് ക്രെഡിറ്റിനെ മൂവ് ചെയ്യാണ്. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. So the first selective credit control technique or the qualitative credit control technique is fixation of the margin requirement. നമ്മുടെ മാർജിൻ റിക്വയർമെൻറ്റിനെ ഫിക്സ് ചെയ്യാം. മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ? It is the difference between the market value of a security and the amount of loan granted by the commercial banks against a security. ഇപ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്, ഒരു ലാൻഡാണ് നമ്മൾ സെക്യൂരിറ്റി വെച്ചേക്കുന്നതെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ഓക്കെ. അപ്പോൾ നമ്മളൊരു ലാൻഡാണ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാൻഡിന് ചിലപ്പോൾ ആ ഒരു ലാൻഡിൻ്റെ പ്രോപ്പർട്ടിയുടെ വില എത്ര ആയിരിക്കാം? 2 കോടിയായിരിക്കാം. ബട്ട് വി കാൺ ഗീവ് 2 crores ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് 2 കോടി തന്നെ ആൾക്കാർക്ക് കൊടുക്കുമോ? ഇല്ല. ഒരു മാർജിൻ അവർ കീപ്പ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടേ കൊടുക്കത്തുള്ളൂ. സംടൈം ദേ വിൽ ബി ഗിവിങ് ഓൺലി 1 crore or 50,000 അവർ hold as a margin. So it is the difference between the market value of the security. Market value of that security was 2 crore and the amount of loan granted. The loan granted against that will be only 1 crore 50,000. So there is a margin. That difference is called a margin. So in other words, margin is that percentage of the value of the security that cannot be borrowed by a customer. ഒരു കസ്റ്റമറിന് വാങ്ങാൻ പറ്റാത്ത എത്ര എമൗണ്ട്, 50,000 എങ്കിൽ 50,000, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ margin എന്ന് പറയും. സോ ഇഫ് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് ദ മാർജിൻ ഓഫ് എ സെക്യൂരിറ്റി ഇസ് ₹10,000 if the market value of a security is 10,000 and the margin is 25%, that means that 25% should be retained by the bank itself. So the commercial bank will only rent the 25% reduced price, that is only 7,500 to the borrower. So the central bank has the power to fix the margin to be kept by the commercial banks on their loan. ഈ എത്ര പേഴ്സൻറ്റ്, ഇപ്പം 25% ആണ് ഇവിടെ നമ്മൾ മാർജിനായിട്ട് വെച്ചത്. ഈ മാർജിൻ ഫിക്സ് ചെയ്ത് തരുന്നത് നമ്മളുടെ എപ്പോഴും RBI ആയിരിക്കും. ദാറ്റ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ആരാണോ അവരായിരിക്കും ഈ ഒരു മാർജിൻ എമൗണ്ട് ഫിക്സ് ചെയ്ത് തരുന്നത്. സോ ഇഫ് ദ സെൻട്രൽ ബാങ്ക് wants to reduce the credit, there raises a margin. അപ്പോൾ ക്രെഡിറ്റ് കുറവ് മാത്രം നമ്മൾ ലോണായിട്ട് കൊടുക്കേണ്ടതുള്ളൂ എന്ന് നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ RBIക്ക് തോന്നുകയാണെങ്കിൽ they can increase the margin amount, margin value കൂട്ടി വയ്ക്കാം. So that amount will be kept within the bank, commercial bank, and only the remaining amount will be sent or given to the customer. അതാണ് ഇവിടെയുള്ള ഫിക്സേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കൺട്രോൾ മെഷർ. സെക്കൻഡ് വൺ ഇസ് ദ റെഗുലേഷൻ ഓഫ് ദി കൺസ്യൂമർ ക്രെഡിറ്റ്. കൺസ്യൂമറിൻ്റെ ക്രെഡിറ്റ് തന്നെ റെഗുലേറ്റ് ചെയ്യാം. സോ റെഗുലേഷൻ മീൻസ് മെയിൻറ്റെയിനിങ് ദ എക്കണോമിക് സ്റ്റെബിലിറ്റി ബൈ റെഗുലേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്. നമ്മുടെ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ ഡിമാൻഡ് റെഗുലേറ്റ് ചെയ്ത് നമ്മളുടെ ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഡിമാൻഡ്, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഗുഡ്സാണ്, ഡ്യൂറബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ ഡിമാൻഡ് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റും റെഗുലേറ്റ് ചെയ്യാം. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ ക്രെഡിറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ലേയിങ് ഡൗൺ റൂൾസ് റിഗാർഡിംഗ് ദ മിനിമം ഡൗൺ പേയ്മെൻറ്റ് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ലോൺസ്. ഫോർ എക്സാമ്പിൾ, if the cost of the consumer durable good is 10,000 and the bank fixes the minimum down payment to be 50% and the പീരീഡ് ഓഫ് ലോൺ ടു ബി 10 months. ഇപ്പോൾ 10,000 ആണ് നമ്മളുടെ കൺസ്യൂമർ ഡ്യൂറബിളിൻ്റെ വില. അതേപോലെ മിനിമം ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 50% മാത്രം. ആൻഡ് ദ പീരീഡ് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ വിൽ ബി 10 months. So then the borrower has to pay 5,000 at the time of purchase and the remaining amount in 10
ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് 500 ഈച്ച്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 50% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10,000 ആയിട്ടുള്ള ഗുഡിന് ഓൺലി 50% ഓഫ് 10,000 വി വോണ്ട് പേ അറ്റ് ദ ഇനീഷ്യൽ ടൈം. പക്ഷേ 5,000 മാത്രം അടച്ചാൽ മതി. ബാക്കിയുള്ളത് 10 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി, 50% വെച്ചിട്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ 500 ഈച്ച് വെച്ച് അടച്ചാൽ മതി. ആൻഡ് ഇഫ് ദ സെൻട്രൽ ബാങ്ക് ഫൈൻസ് ഡിപ്രഷൻ ഇൻ എ പെർട്ടിക്കുലർ സെക്ടർ ഓഫ് എൻ എക്കോണമി. എപ്പോഴെങ്കിലും ഡിപ്രഷൻ വരെ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പൈസയുടെ അവൈലബിലിറ്റി വളരെ കുറവ് കാണുന്നു. സോ ഇറ്റ് റെഡ്യൂസസ് ദ ഡൗൺ പേയ്മെൻറ്റ്. അങ്ങനെയുള്ള സെൻസിൽ പൈസ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ പേയ്മെൻറ്റും റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ 50% എന്നുള്ളത് 20% or 30% എന്ന രീതിയിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യും. ആൻഡ് ദി മെച്യൂരിറ്റി പീരീഡ് ഫോർ ദി ലോൺസ് വിൽ ബി എക്സ്റ്റെൻഡഡ്. ദ തേർഡ് മെത്തേഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കാണ് മോറൽ സുയേഷൻ. മോറൽ സുയേഷൻ എന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ ബാങ്ക്, ദാറ്റ് ഇസ് RBI, ഇൻ ഹിസ് കപ്പാസിറ്റി ആസ് എ ലെൻഡർ പെർസ്വേറ്റ്സ് ഓർ റിക്വസ്റ്റ് ദ എൻറ്റയർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു കോപ്പറേറ്റ് വിത്ത് ദ ജനറൽ മോണിറ്ററി പോളിസി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസീസ് എന്താ, അതെല്ലാം തന്നെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോളോ ചെയ്യാൻ നമ്മൾ ഒരു ലീഡറിനെ പോലെ ഒന്ന് പെർസ്വേഡ് ചെയ്യുന്ന കൺസെപ്റ്റ്, അതിനെയാണ് മോറൽ സുയേഷൻ എന്ന് പറയുക. സോ ഇറ്റ് മേ ബി ടേക്കൺ ഇൻ മെനി ഫോം. ദാറ്റ് ഇസ് ദ സെൻട്രൽ ബാങ്ക് മേ റിക്വസ്റ്റ് the commercial bank not to approve a formal for any financial assistance or not to finance any speculative or unproductive activities and the like. അപ്പോൾ അതിലൊരു മോറൽ സുയേഷൻ, ഒരു ഫോഴ്സ് പോലെ നമ്മൾ എന്ത് പറയും, ഒരിക്കലും നമ്മളിലേക്ക് ഫോമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ RBIയിൽ തന്നെ ഫണ്ട് അസിസ്റ്റൻസ് ഒന്നും RBI പ്രൊവൈഡും ചെയ്തില്ല. അതേപോലെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിലോ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊന്നും നമ്മൾ ഫണ്ട് കൊടുക്കുകയില്ല എന്ന രീതിയിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയും കൊണ്ടും നിർബന്ധമായി ഏർപ്പെടുത്തുന്ന ആ ഒരു ആക്ടിവിറ്റീനെയാണ് മോറൽ സുയേഷൻ എന്ന് പറയുക. So in this, the RBI will be acting as a leader, persuading the commercial banks not to or to follow the monetary policy of the RBI itself. This is the third tip. Fourth one is direct action. That is, direct action is resorted to by the central bank when the commercial bank do not follow its instructions and directions. നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBI പറയുന്നതനുസരിച്ചൊന്നും അല്ല ചെയ്യുന്നത്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ the last step that will be taken will be the direct action. Under this, the central bank may refuse to discount the bills of erring commercial banks. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഒരു ബിൽസിനും റേറ്റ് ഡിസ്കൗണ്ട്സ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യും. ആൻഡ് ഇൻ സം ടൈം ദേ വിൽ ചാർജ് ഹൈ ഇൻട്രസ്റ്റ് ഓവർ ആൻഡ് എബോവ് ദ ബാങ്ക് റേറ്റ് ആസ് പീനൽ ഇൻട്രസ്റ്റ് ഇൻ കേസ് എനി ബാങ്ക് ബൊറോയിങ് എക്സീഡ് എ പെർട്ടിക്കുലർ ലിമിറ്റ്. എല്ലാ ബാങ്കുകൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്, എത്രത്തോളം അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്നുള്ളത്. എത്രത്തോളമാണ് ബാങ്ക് റേറ്റ്, എന്താണ് ലെൻഡിങ് റേറ്റ്, പോലെ എത്രയാണ് CRR വെക്കേണ്ടത്, എത്രയാണ് SLR വെക്കേണ്ടത്, ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു. കുറേ പേഴ്സൻ്റ് എല്ലാം നമ്മൾ അസൈൻമെൻറ്റ് നോക്കിയല്ലേ. അപ്പോൾ ഈ ഒരു റേറ്റ്സുകൾ തന്നെയാണോ ബാങ്കുകൾ ഫോളോ ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോളോ ചെയ്യുന്നതെന്ന് RBI ചെക്ക് ചെയ്യും. ഇഫ് ദേ ആർ നോട്ട് ഫോളോയിങ് ദിസ്, ദേ വിൽ ടേക്ക് ഡയറക്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്. സോ ദിസ് ഇസ് ദ ഫോർത്ത് ടെക്നിക് or the fourth qualitative credit control technique. But totally there are 4 techniques used by the RBI to control the credit in a qualitative terms or special terms, that are fixation of the margin requirement. നമ്മൾ എത്രത്തോളമാണ് ഒരു സെക്യൂരിറ്റിക്ക് അഗെയിൻസ്റ്റ് ഉള്ള ലോൺ കൊടുക്കേണ്ടത്, മാർജിൻ കൂട്ടണോ കുറയ്ക്കണോ എന്നത്. സെക്കൻഡ്, റെഗുലേഷൻ ഓഫ് ദ കൺസ്യൂമർ ക്രെഡിറ്റ്, ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദി regulating the demand of the consumer durable goods. Third is moral suasion, that is we are forcing or persuading the commercial banks to follow the monetary policy that are taken by the RBI itself. And the fourth one, direct action. Direct action എന്ന് പറഞ്ഞാൽ if commercial banks are not following the monetary policy of RBI, RBIയുടെ പോളിസി ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അവരുടെ റേറ്റിനനുസരിച്ചൊന്നും അല്ല നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ ലൈക്ക് പെനാൽറ്റീസ് വിൽ ബി ചാർജ് ബൈ ദി RBI. കൂടുതൽ ചാർജ് ആയിരിക്കും ചിലപ്പോൾ അവർ ഈടാക്കുന്നത്, പീനൽ ചാർജസ് ആയിട്ട്. ചിലപ്പോൾ ഫൈൻ എമൗണ്ട് വരും. ചിലപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് RBI ഇമ്പോസ് ദിസ് മച്ച് ഫൈൻ ഓൺ ദി ഇൻഡസ് ബാങ്ക് ഓർ എനി എസ് ബാങ്ക് എക്സെട്ര. അപ്പം അങ്ങനെ ഒരു ഫീസ് എക്സ്ട്രാ അവരുടെ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് അവരെന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും ആസ് സം കൈൻഡ് ഓഫ് ഫൈൻ എമൗണ്ട്സ്. ഓക്കെ, ദീസ് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഫിസ്ക്കൽ പോളിസി. ഇനിയുള്ളതാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി മീൻസ് മോണിറ്ററി പോളിസി എന്തായിരുന്നു, RBI ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ RBI നമ്മളുടെ ഇൻഫ്ലേഷനെ ഡിഫ്ലേഷൻ എന്ന പ്രോസസ്സുകളിലേക്ക് കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് മോണിറ്ററി പോളിസി. വൈൽ the policies which are taken up by the government to control the credit in the economy, it is known as fiscal policy. So fiscal policy refers to the policy of the government as regards taxation, government borrowing and
ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഇൻ വ്യൂ. അപ്പം നമ്മളുടെ ടാക്സേഷൻ എന്ന റേറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോറോവിങ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഓർ സ്പെഷ്യൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് കോൾഡ് ഫിസ്ക്കൽ പോളിസി. ഇത്രയും ഓർക്കാൻ മതി. മോണിറ്ററി പോളിസി ആർ ഇമ്പോസ്ഡ് ബൈ ദി RBI while fiscal policies are imposed by the government based on the tax or any other or their expenditure or their savings, etc. So these are to produce desirable effects and avoid undesirable effects on the national income, production, employment and general price level. ഇപ്പോൾ ഫിസ്ക്കൽ പോളിസി ഒരിക്കലും ബാങ്കുകൾക്ക് വേണ്ടിയിട്ടോ ബാങ്കുകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതല്ല. ഫിസ്ക്കൽ പോളിസി എപ്പോഴും എക്കോണമിക്ക് വേണ്ടിയിട്ടാണ്. സോ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അതേപോലെ ജനറൽ പ്രൈസ് ലെവൽ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി ഫോളോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ബഡ്ജറ്ററി പോളിസി. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസ്ക്കൽ പോളിസിനെ ബഡ്ജറ്ററി പോളിസി എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ഇറ്റ് ഇസ് എ പോളിസി ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ ടേംസ് ഓഫ് ദ ടാക്സേഷൻ, ബോറോവിങ്സ് ഓർ എക്സ്പെൻഡിച്ചർ വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. So, in a broader sense, we can say fiscal policy is the government program of making discretionary changes in the pattern and the level of expenditure, taxation and borrowing in order to achieve the intended economic growth, employment, income inequality and stabilization of economy on a growth path. So, the next one is what are the objectives of fiscal policy. ഇപ്പോൾ ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന പോളിസീസ് ആണ്. സോ വാട്ട് ആർ ദെയർ ഒബ്ജക്റ്റീവ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ് റീച്ച് ചെയ്യുക എന്നതാണ് ഫിസ്ക്കൽ പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവ്. വി കാൺ റീച്ച് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റ് എനി സെൻസ്. ഇങ്ങനെ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രയലാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ദിസ് ഫിസ്ക്കൽ പോളിസി. സോ ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് ഫുൾ ടൈം ജോബ് ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു വർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടവർക്ക് ഫുൾ ടൈം ജോബ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ എ ഡിക്രീസ് ഇൻ ദ ടാക്സസ് ഓൺ ഇൻകം വുഡ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം. നമ്മളുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുകയോ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് കുറയ്ക്കുകയാണ്, നമ്മുടെ ഇൻകത്തിന് മേലുള്ള ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് ഡിസ്പോസ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ഇൻകത്തിൻ്റെ എമൗണ്ട് സേവിങ്സിനേക്കാളും ഇപ്പം എനിക്ക് 1 lakh ഉണ്ടെങ്കിൽ എൻ്റെ ടാക്സ് റേറ്റ് കുറവാണ്. സോ ഓൺ 1 lakh ഇഫ് ഐ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ടാക്സ് പേയ്മെൻറ്റ് ദാറ്റ് ഫുൾ എമൗണ്ട് ക്യാൻ ബി ഡിസ്പോസ്ഡ്. അത് ഡിസ്പോസിബിൾ ഇൻകം, ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ എനി അതർ പർപ്പസ്. സോ ഓൺ ഇൻക്രീസിങ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ ബൈ ഡിക്രീസിങ് ദ ടാക്സ് വി കുഡ് മേക്ക് ആൻ ഇൻക്രീസ് ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം. സിൻസ് കൺസപ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം, ആൻ ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം വിൽ ഇൻക്രീസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ്. നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ കൺസപ്ഷൻ കൂടും. നമുക്ക് കൂടുതൽ എമൗണ്ട് കൊടുത്ത് നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാം. സോ അവർ കൺസപ്ഷൻ വിൽ ഇൻക്രീസ് ആൻഡ് ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. അപ്പോൾ കൺസപ്ഷൻ കൂടി വരും ആൾക്കാരുടെയെങ്കിൽ ആ ഗുഡ്സിനുള്ള ഡിമാൻഡ് എക്കോണമിയിൽ കൂടി വരും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് വിൽ ലീഡ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെവൽ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടി വരും. ഉണ്ടാക്കാൻ വേണ്ടി എംപ്ലോയ്മെൻറ്റ് വേണം, അപ്പോൾ എംപ്ലോയീസ് വേണം. സോ ഫുൾ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി റീച്ച്. സോ ദിസ് ഇസ് എ കൺസെപ്റ്റ്. അപ്പോൾ എക്സ്പെൻഡിച്ചറെ കൂട്ടിയിട്ട് എങ്ങനെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് കൂട്ടാമെന്നാണ് ഇവിടെ പറഞ്ഞത്. സോ ആസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഓർ ദ ടാക്സ് ഇസ് റെഡ്യൂസ്ഡ്, there will be more disposable income. If there is more disposable income, we will more deposit it or give it for consumption. As consumption increases, the demand for the goods increases. As the demand of the goods increases, the production will increase, and if production need to be increased, the employment should be increased. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റിനെ കൂട്ടും. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിസ്ക്കൽ പോളിസി. സെക്കൻഡ് ഇസ് എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ, ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ബിസിനസ് സൈക്കിൾ ഒരു സൈൻ വേവ് പോലെ, ദർ വിൽ ബി ആൻ ഇൻക്രീസ്, ദർ വിൽ ബി എ ഡിക്രീസ്, ആൻ ഇൻക്രീസസ് ഫോളോഡ് ബൈ എ ഡിക്രീസ് എന്ന രീതിയിലാണ് നമ്മൾ ഗ്രാഫിനെ പറഞ്ഞത്. ആ ഒരു ഗ്രാഫ് മാറ്റി ഒരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസ്ക്കൽ പോളിസീസ് യൂസ് ചെയ്യാം. സോ എക്കണോമിക് സ്റ്റെബിലിറ്റി മീൻസ് ആബ്സെൻസ് ഓഫ് ട്രേഡ് സൈക്കിൾ, ദർ വിൽ ബി നോ ബൂം ഓർ നോ ഡിപ്രഷൻ. രണ്ടും ഒരുപോലെ ആയിരിക്കും. സോ ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ബൂം വാട്ട് വിൽ ബി ടേക്കൺ? ദ ഫിസ്ക്കൽ പോളിസി റെസ്പോൺസ് വുഡ് ബി ടു ഡിക്രീസ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. നല്ല ബൂം സ്റ്റേജിലാണ്. ബൂം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അങ്ങ് ഹൈ ലെവൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കും, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് കൂട്ടും. ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ ആൾക്കാർ കുറച്ച് സാധനം മാത്രം വാങ്ങും, അപ്പോൾ സ്പെൻഡിങ് കുറയും, കൺസപ്ഷൻ കുറയുമ്പോൾ നമ്മളുടെ ഡിമാൻഡ് കുറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ നമ്മളുടെ ടോട്ടലി
ബൂം സ്റ്റേജിനൊരു ഫോൾ ഉണ്ടാവും. ഓക്കെ. ഓൺ ദ കോൺട്രറി ഡിപ്രഷൻ ഫേസ് ആണെങ്കിൽ വി വിൽ increase the government expenditure or decrease the tax. So, more consumer consumption, then more production, etc. അപ്പം എക്കണോമിക് സ്റ്റെബിലിറ്റി എങ്ങനെ ബൂം സ്റ്റേജിലും അതുപോലെ ഡിപ്രഷൻ ഫേസിൽ എന്ത് ചെയ്താണ് നമ്മൾ എക്കണോമീനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ബൂം സ്റ്റേജിലാകുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കും, പക്ഷേ ഡിപ്രഷൻ ഫേസിലാകുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കൂട്ടും. എക്സ്പെൻഡിച്ചർ കുറയുമ്പോഴും കൂടുമ്പോഴും എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ്മെൻറ്റിൽ പറഞ്ഞു. സെയിം തിങ്. The third objective of fiscal policy is reducing the inequalities of income. Income inequalities കുറയ്ക്കാൻ വേണ്ടി. ഇൻകം ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കൂട്ടർക്ക് രണ്ട് രീതിയിലുള്ള ഇൻകം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇൻകം ഡിസ്പാരിറ്റി ആയിരിക്കും. ഒരു എക്കോണമിക് ഗ്രോത്തിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. റിച്ചർ ബിക്കം റിച്ചർ ആൻഡ് പുവർ ബിക്കം പുവറർ എന്ന കൺസെപ്റ്റ് വരും. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളതും ഫിസ്ക്കൽ പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. ഹൗ വി ക്യാൻ റീച്ച് ദാറ്റ്? It is through the fiscal policy inequalities of the income and wealth are reduced. Through proper taxation, that is collecting the tax from the people with high income. നമുക്കറിയാം ടാക്സ് വരുന്നത് എങ്ങനെയാണ്? ഹൈ ഇൻകം ഉള്ളവർ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. ഇൻകം ടാക്സിനൊക്കെ സ്ലാബ് ഉണ്ട്. 5 to 10 lakhs ഇത്ര അടയ്ക്കണം, ഇത്ര ടാക്സ് ആയിരിക്കും, ഇത്ര % ആയിരിക്കും. ഇഫ് ഇറ്റ് ഇസ് അബോവ് 10 to 20 then it will be this much. നമ്മൾ പല സ്ലാബ്സാണ് ഇൻകം ടാക്സിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ഹയർ ഇൻകം ലെവലുള്ളവർ മാത്രം ടാക്സ് അടച്ചാൽ മതി. ലോ ഇൻകം ലെവലുള്ളവർ ടാക്സ് അടയ്ക്കേണ്ട. അപ്പം ടാക്സ് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പൈസ നമ്മളുടെ ലോവർ ആൾക്കാരിൽ നിന്ന് വാങ്ങാതിരിക്കുന്നതുകൊണ്ട് ഈക്വലൈസ് ചെയ്യുക ഇൻകത്തിനെ. So, through progressive taxation, the government collects more tax from the rich and spends the same for welfare programs such as medical care for poor, free education to the poor children, free housing to poor, etc. അപ്പോൾ നമ്മളുടെ ഈ ടാക്സ് പിടിക്കുന്നതൊക്കെ എവിടോട്ടാണ് യൂസ് ആവുന്നത്? അത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറായിട്ടാണ് പോകുന്നത്. സോ ഗവൺമെൻറ് വിൽ യൂസ് ഇറ്റ് ഫോർ സം ഓഫ് ദി വെൽഫെയർ ആക്ടിവിറ്റീസ് ലൈക്ക് ദി ബിൽഡിംഗ് സ്കൂൾസ്, then free education, giving medical care, etc. Free housing, നമ്മൾ പല ഹൗസിംഗ് പോളിസീസൊക്കെ കേൾക്കാറുണ്ട്, പല കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ കേൾക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ഇതിൻ്റെ എല്ലാം ഇൻകം വരുന്ന എവിടെ? ഹൈ ക്ലാസിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ആണ്. സോ ദാറ്റ് വേ വി ആർ റിഡ്യൂസിങ് ദ ഇൻഇക്വാലിറ്റീസ് ഓഫ് income and wealth among the people. So this is the third policy, third objective of fiscal policy. The fourth one is reducing the unemployment and underemployment. അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞു ഫുൾ എംപ്ലോയ്മെൻറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടി. അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ആസ് എ ലാർജ് നമ്പർ ഓഫ് റൂറൽ പീപ്പിൾ റിമെയിൻ അൺഎംപ്ലോയിഡ് ഓർ അണ്ടർ എംപ്ലോയിഡ് ഡ്യൂറിങ് ഓഫ് സീസൺ. അണ്ടർ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ അവരുടെ ക്വാളിഫിക്കേഷനേക്കാളും കുറഞ്ഞ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞവരെല്ലാം ലോവർ ലെവൽ, ഒരു സ്വീപ്പർ ലെവൽ അല്ലെങ്കിൽ ഒരു പ്യൂൺ ലെവലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അണ്ടർ എംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റും ഫേസ് ചെയ്യുന്ന ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഡ്യൂറിങ് ദ such condition the government will undertake some public work programs കൊണ്ടുവരും. അപ്പോൾ പബ്ലിക് വർക്ക് പ്രോഗ്രാംസ് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും പേർക്ക് ജോലിയാണ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു മെട്രോ പ്രൊജക്റ്റ് വാസ് എ ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ് പ്രൊജക്റ്റ് വന്നപ്പോൾ അതിനെ ബേസ് ചെയ്ത് എത്രയോ പേർക്ക് ജോലി കിട്ടി. അല്ലെങ്കിൽ ഒരു മെട്രോ ട്രെയിൻ വന്നപ്പോഴേക്ക് ട്രെയിൻ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കോ പൈലറ്റ്സിനെ ആവശ്യം വന്നു. അതുപോലെ അവിടെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, അതുപോലെ കുറേ ആൾക്കാർക്ക് ജോലി പ്രൊവൈഡഡ് ആയി. ടെക്നിക്കൽ സ്റ്റാഫ്സും നോൺ ടെക്നിക്കൽ സ്റ്റാഫ്സും ഓഫീസ് സ്റ്റാഫും ഒക്കെ ഇൻവോൾവ് ആയി. അപ്പോൾ അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനും നമുക്ക് ഫിസ്ക്കൽ പോളിസിയിലൂടെ വരും. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ആയിട്ടുള്ള ഏത് പോളിസി അവിടെ ഉപയോഗിച്ച് നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി കൊണ്ടുവരിക ചെയ്ത ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. ദെൻ കൺട്രോളിങ് ദ ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ഇൻഫ്ലേഷൻ ഫിസ്ക്കൽ പോളിസി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പണപ്പെരുപ്പം ഉണ്ടാവുക. അപ്പോൾ പണം കൂടുതൽ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായി വരുന്നു. അപ്പോൾ നമ്മൾ ആസ് എ ഫിസ്ക്കൽ പോളിസി വാട്ട് വി വിൽ ഡു, വി വിൽ ഇൻക്രീസ് ദ ടാക്സ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൺസപ്ഷൻ കുറയ്ക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം സേവിങ്സ് ആയിട്ട് പോകും. ദ എമൗണ്ട് വിൽ ഡിക്രീസ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന കൺസെപ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെയുള്ള 5 ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫിസ്ക്കൽ പോളിസി. അച്ചീവ്മെൻറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് സ്റ്റെബിലിറ്റി, റെഡ്യൂസിങ് ദ ഇനിക്വാലിറ്റി ഓഫ് ഇൻകം, റെഡ്യൂസിങ് ദ അൺഎംപ്ലോയ്മെൻറ്റ് ഓർ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓൾസോ കൺട്രോളിങ് ദ ഇൻഫ്ലേഷൻ. ഓക്കെ.
ലാസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. നമ്മൾ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, BRR, SLR, VRR, CRR ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് ഫിസ്ക്കൽ പോളിസി നമ്മൾ എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നു അതിലെ പലതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടെ പറയുകയാണ്. ഫസ്റ്റ് വൺ ഇസ് ടാക്സേഷൻ. ടാക്സ് കൊണ്ടുവന്നിട്ട് ദാറ്റ് ഈസ് ടാക്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദി ഗവൺമെൻറ്. അല്ലേ, ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ഒരു രീതിയിലുള്ള ടാക്സ് ഇപ്പോൾ ഉള്ള GST ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും. GST എന്ന് പറയുമ്പോൾ തന്നെ CGST, SGST എന്ന രണ്ട് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ GST ടാക്സ് ആയിട്ടും ഇല്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന രീതിയിലെല്ലാം കൺസ്യൂമേഴ്സ് അടയ്ക്കുന്ന എമൗണ്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിസ്ക്കൽ പോളിസി കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ത്രൂ ദ ടാക്സസ് ഗവൺമെൻറ് ഫൈൻസ് എസ് റിസോഴ്സ് ഫോർ പബ്ലിക് സ്പെൻഡിങ്. പബ്ലിക് സ്പെൻഡിങ്ങിന് വേണ്ടി ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് ട്രെയിൻസ്, മെട്രോ ട്രെയിൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻകം ദിസ് ടാക്സ് എമൗണ്ട് ആണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം. സോ ദർ ആർ 2 types of taxes, that is direct and indirect tax. Direct tax includes the personal tax. Personal income taxിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് പെയ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ്, ഒരു സാലറീഡ് എംപ്ലോയിഡ് അവരുടെ ഇൻകത്തിനനുസരിച്ച് കൊടുക്കുന്നത്. ദെൻ ദ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, ടാക്സ് പെയ്ഡ് ബൈ ദ കമ്പനീസ് അടയ്ക്കുന്നത്. ദെൻ ടാക്സ് ഓൺ ദ പ്രോപ്പർട്ടി ആൻഡ് വെൽത്ത്, നമ്മൾ കരടച്ച റെസീറ്റൊക്കെ പറയാം. അപ്പോൾ കര അടയ്ക്കുക എന്ന് വെച്ചാൽ അതൊരു ടാക്സാണ്, നമ്മുടെ ലാൻഡിൻ്റെ മേലെ, ബിൽഡിങ്ങിൻ്റെ മേലെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടാക്സുകൾ അതിനെയൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ടാക്സ്. ദാറ്റ് ഈസ് ലൈക്ക് ദ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടീസ്, ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് നമ്മൾ കേൾക്കാണ്ട് കസ്റ്റം ടാക്സ്, പിന്നെ നമ്മൾ GST എല്ലാം അതെല്ലാം നമ്മൾ കമ്മോഡിറ്റീസിന് വാങ്ങുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ടാക്സേഷൻ. Second one is that is one of the instruments. Second instrument is public expenditure. Public expenditure എന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ഷനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ it is the sum of expenditure of the government on purchase of goods and services, investment in the public sector, and transfer payments such as the payment of pension, subsidies, unemployment allowance, grants, aids, etc. ഇപ്പോൾ നമ്മളുടെ പ്രായമായവർക്കൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഒക്കെ ഉണ്ട്. പ്രായർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നതുകൊണ്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കും, അല്ലേ, പെൻഷനുണ്ട്. പിന്നെ നമ്മൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാർക്ക് അൺഎംപ്ലോയിഡ് യൂത്തിന് വേണ്ടിയിട്ട് പെൻഷൻ എമൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് എല്ലാം ആണ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറായിട്ട് പറയുന്നത്. സോ ആൻ ഇൻക്രീസ് ഇൻ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ വിൽ ഓൾവേസ് ക്രിയേറ്റ് മോർ ജോബ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ സമയത്ത് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു, അപ്പോൾ ആൾക്കാർ ജോലിക്ക് വരുന്നു എന്ന കൺസെപ്റ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു എന്നത് പറഞ്ഞു. അപ്പോൾ അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റുന്ന കൺസെപ്റ്റ്. തേർഡ് വൺ ഇസ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ദാറ്റ് ഇസ് when the government spends more than the expected revenue, it is following a deficit budget policy. അപ്പം നമുക്കൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ട്, ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് അതിന് ഇത്രത്തോളം റിട്ടേൺ കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു മെട്രോ പ്രൊജക്റ്റിന് വേണ്ടി ഒരു 200 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ എക്സ്പെക്റ്റിംഗ് മോർ ദാൻ 200 crores ഇൻ റിട്ടേൺ, അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് ഭാവിയിൽ, ഇപ്പോഴും നല്ല കുറച്ച് നാളുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോങ് ടേമിൽ വി വിൽ റീച്ച് മോർ ദാൻ 200 crores. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ബട്ട് ഇൻ സം ടൈംസ് ഇഫ് ഇറ്റ് ഡസൻ റീച്ച് ദിസ് 200 crores അല്ലെങ്കിൽ 200 റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡെഫിസിറ്റ് ബഡ്ജറ്റ് പോളിസി എന്ന് പറയുന്നത്. ഡെഫിസിറ്റാണ്, കുറവാണ്, നമ്മുടെ ബഡ്ജറ്റ് ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റിനേക്കാളും കുറഞ്ഞു വന്നു. സോ ദാറ്റ് ഈസ് ഡെഫിസിറ്റ് budget policy. Such an excess of government expenditure is financed either by drawing down the cash balances of the government held with the central bank or state treasuries or by borrowing from the central bank. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടി, നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് നമ്മൾ ചിലവാക്കിയത്. സോ വി വിൽ ബോറോ ദാറ്റ് എമൗണ്ട് ഫ്രം ദ സെൻട്രൽ ബാങ്ക്. നമ്മുടെ RBIയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഡെഫിസിറ്റ് വന്നു, ഫിനാൻസ് കുറഞ്ഞു, അപ്പോൾ നമ്മൾ RBIയുടെ നിന്ന് ബോറോ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വാങ്ങും, അല്ലേ. അപ്പം നമ്മൾ കേൾക്കാറുണ്ട് പല ബാങ്കുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് ഫണ്ട് എടുത്തു, അല്ലെങ്കിൽ വേറെ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കൂടി ചേർന്ന്, പല കൺട്രീസ് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫിനാൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ വി വിൽ ടേക്ക് ഫണ്ട് ഇൻ കേസ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. Okay, so such a method of financing the excess government expenditure is called deficit financing. നമ്മുടെ കൂടുതൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മളിവിടെ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുക. സോ ദിസ് വിൽ ലീഡ് ടു ദ നെറ്റ് ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ വിത്ത് ദ പബ്ലിക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ
നമ്മൾ കടം എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കലി കൂടി വരും. സോ ഇപ്പം തന്നെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഓരോ ആൾക്കാരുടെ മേലെ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ബോൺ ടു 2 lakh, അബൌവ് 2 lakh ആണ് ഒരാളുടെ മേലിൽ എടുത്തിരിക്കുന്ന കടം എന്നാണ് പറയുന്നത്. ഇന്ത്യ എക്കോണമി അത്രത്തോളം പൈസ വേൾഡ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും 2 ലക്ഷത്തിനധികം കടത്തിലാണ് ഓരോ ആൾക്കാരും. നമ്മളുടെ സ്വന്തം കടം അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്ത് നമ്മളെല്ലാവരും 2 ലക്ഷത്തിന് കടമുള്ള ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കടമെടുക്കുന്ന കൺസെപ്റ്റിനെയാണ് നമ്മുടെ എക്സസ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫിനാൻസിങ്, ദാറ്റ് ഈസ് ദ ഡെഫിസിറ്റ് ഫിനാൻസിങ്. സോ ദിസ് ഈസ് അനദർ ഇൻസ്ട്രുമെൻറ്റ് ഫോർ കൺട്രോളിങ് ദ inflation and deflation. So this is one of the techniques or the weapons of fiscal policy. And the fourth one is public borrowing. Public borrowings എന്ന് പറഞ്ഞാൽ എന്താ, that is the internal and external borrowing by the government. internal ആയിട്ടോ അല്ലെങ്കിൽ external ആയിട്ടോ വാങ്ങുന്ന amount. Internal borrowings can be other borrowings from the public through the government bonds and treasury bills, or borrowings from the central bank. External is in the kind of the foreign government borrowings from international organizations like World Bank, IMF, then market borrowings, etc. അപ്പം ഇൻറ്റേർണൽ ബോറോവിങ്സിലൂടെയും അതുപോലെ എക്സ്റ്റേണൽ ബോറോവിങ്സിലൂടെയും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഷെയർസ്, ബോൺസ്, ഡിബെഞ്ചേഴ്സ് എല്ലാം വിറ്റിട്ട് വാങ്ങുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് അവരിൽ നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ടെക്നിക്സ് ഓർ ദി weapons that are used to control the fiscal policy. Fiscal policy എന്ന് പറഞ്ഞു. അപ്പോൾ മോണിറ്ററി പോളിസി എന്താണെന്നുള്ള ലാസ്റ്റ് ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദി മേജർ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് യൂസ്ഡ് ബൈ ദി RB, that is monetary policyയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഫിക്സേഷൻ ഓഫ് മാർജിൻ, വാട്ട് വർ ദേ? We can revise once more. Fixation of margin requirement, regulation of consumer credit, moral suasion and direct control. Then the fiscal policy was discussed. What is fiscal policy? These are policies formulated by the government itself. So the objectives are to achieve full employment, economic stability, for reducing the inequalities of income, for reducing the unemployment, to control the inflation. And some of the instruments or the weapons used for fiscal policy are taxation, public expenditure, deficit financing and public borrowings. Okay, so with this this chapter is also completed. From the next day we will deal with the module number 3. Module 1 and 2 completed ആയിട്ടുണ്ട്. ഇനി third module തൊട്ട് നമുക്ക് next day discuss ചെയ്യാം. Okay, so that's all for the day. Thank you.